പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 25. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗ്ഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങയ്ക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ അനുസൃതമായി കരുണാപൂർവ്വം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടികളും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങൾ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യതകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച് എന്നെ ലജ്ജിതനാകാൻ ഇടയാകരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ. സഹോദരരെ, ദാവീദിൻ്റെ ഈ സങ്കീർത്തന ഭാഗം കർത്താവിൽ ഏത് അവസ്ഥകളിൽ പോലും ആശ്രയിക്കാൻ തക്കവിധം തൻ്റെ ജീവിതം എത്രത്തോളം കഷ്ടതകളിലും പീഡകളിലും ക്ലേശതകളിലും നടന്നു പോയിരുന്നാൽ പോലും നിഷ്കളങ്കതയും നീതിനിഷ്ഠയും അവൻ്റെ ജീവിതത്തിൽ അവൻ നിലനിർത്തിയിരുന്നു എന്നതുകൊണ്ട് ദൈവത്തോട് ചോദിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ ഞാൻ ദൈവത്തെ പോലെയാണല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ചെയ്യരുതാത്ത തെറ്റുകളിലും പാപങ്ങളിലും കടന്നു പോകുന്ന കാലഘട്ടവും മുന്നും ഇന്നും. ദാവീദ് രാജാവ് തന്നെ പറയുന്നു, എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. യൗവനം എന്നതിൽ പറയുന്നത് ചെറുപ്പകാലമെന്നല്ല, ദൈവത്തെ അറിയുന്നതിൻ്റെ, ദൈവത്തിനെപ്പറ്റി മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ, ദൈവത്തോട് നമ്മൾ പൂർണ്ണമായും ദൈവത്തെ സ്നേഹിച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പാപമെന്ന് പറയുന്ന ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വഴികളിലൂടെ നടക്കരുത്. അതാണ് ഈ സങ്കീർത്തന ഭാഗം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ദൈവത്തിനെ ഇഷ്ടപ്പെടുകയും കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളുമൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വഴികൾ എന്തായിരിക്കണം? സത്യവും സ്നേഹവും നിറഞ്ഞതായിരിക്കണം. കാരണം കർത്താവിൻ്റെ വഴികൾ സത്യവും സ്നേഹവുമാണ്. അവൻ പാപികളോട് ക്ഷമിക്കുന്നു, അവരെ നീതിമാർഗത്തിൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ വീണ്ടും വഴിതെറ്റിപ്പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്നും കഷ്ടതയും ദുരിതവും ഏകാഗ്രതയും പീഡനവും തന്നെയായിരിക്കും. ഇതിൽ നിന്നെല്ലാം നമ്മളുടെ ജീവിതത്തിനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നിരന്തരമായ പ്രാർത്ഥന, ദൈവത്തോടുള്ള നിരന്തരമായ പ്രാർത്ഥന, യാചന, അവനിലുള്ള വിശ്വാസം, അവൻ്റെ വഴികളെ തിരിച്ചറിയാനുള്ള ആഗ്രഹം. ഇതിനൊക്കെയും ആയിട്ട് സർവശക്തനായ ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന അവൻ്റെ തിരുവചനങ്ങളെ സ്വീകരിച്ച് അവയെ പ്രമാണിച്ച് പ്രാർത്ഥിച്ച് നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ നല്ല വഴികളെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് അവൻ്റെ സ്നേഹത്തിൽ വളരുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.